ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ ഇവിടെ 3 മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഫ്രൂട്ടി ഉണ്ടാക്കിയെടുത്താലോ? അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ 2 പഴുത്ത മാങ്ങ, 1 പച്ചമാങ്ങ, ഇങ്ങനെ വേണം ഇത് എടുക്കുമ്പോൾ. 2 എണ്ണത്തിന് 1 ഇങ്ങനെ കണ്ടോ. ഇതുപോലെ 2 എണ്ണത്തിന് 1 അതുപോലെ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇതൊന്ന് തോലിയെത്തിയെടുക്കാം. മാങ്ങയൊക്കെ ഞാൻ വാഷ് ചെയ്തെടുത്തതാണ്. ഈ രീതിയിൽ ആദ്യം തോലിയെത്തിയെടുക്കാം, എന്നിട്ട് പീസാക്കി എടുക്കാം. നല്ല മത്തരമുള്ള മാങ്ങയാണ്. ഇതൊക്കെ 3 തോലിയെത്തി എടുക്കാം. നമുക്കിതിനെ പീസാക്കി എടുക്കാം. ഇതൊക്കെ തോലിയെത്തി എടുത്തിട്ടുണ്ട്. എല്ലാം പീസാക്കി എടുക്കാം. ഇപ്പോൾ തന്നെ ഈ പച്ചമാങ്ങ ഉണ്ടല്ലോ, അത് നന്നായി പീസാക്കി എടുക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കാം. ഇത് നന്നായി നിന്നൊക്കെ ഇങ്ങോട്ട് എടുക്കാം. നല്ല മധുരമുള്ള മാങ്ങ, അത് നല്ല മധുരമുണ്ട്. ഒരു മിക്സിൻ്റെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. ഇത് പച്ചമാങ്ങ, പഴുത്ത രണ്ടും ഒരുമിച്ചിട്ടിട്ടാണ് അരക്കുന്നത്. രണ്ടും ഒരുമിച്ചിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു, ഒരു 150 മില്ലി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മാങ്ങ ഇവിടെ അടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട്. നല്ല മധുരം ഉണ്ട് ഇട്ടത്. അപ്പോൾ പഞ്ചസാര നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഇത് കഴുകിയിട്ടൊരു 100 മില്ലി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ വെച്ചിട്ട് നന്നായി ഇളക്കിയെടുക്കുക. ഈ വെള്ളമൊക്കെ ഒന്ന് വെക്കി ഈ മാങ്ങൊക്കെ ഒന്ന് വേവട്ടെ. ഇളക്കിക്കൊണ്ടിരിക്കണേ ഇങ്ങനെ. വേണമെങ്കിൽ ഈ മാങ്ങൊക്കെ വെന്ത് ഇങ്ങനൊരു പൊട്ടൽ വരും ഇതിന്ന്. അപ്പോൾ നമുക്ക് തീ ഓഫാക്കാം. അപ്പോൾ അത് കണ്ടോ, ഒരുവിധം ആ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത കുറച്ച് വെള്ളമുണ്ട്, മാങ്ങേൻ്റെ വെള്ളമൊക്കെ. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് 1 കപ്പ് പഞ്ചസാര ഉണ്ട്. ഇനി ഇത് കുറച്ച് സമയം കൂടി ഒന്ന് അടുപ്പത്ത് കിടക്കട്ടെ. കുറച്ച് ചെറുനാരങ്ങ ഒഴിച്ച് കൊടുക്കാനുണ്ട്. ഇത് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം നമുക്ക്. കണ്ടോ,
അടുപ്പത്ത് വെച്ചേക്കന്നെ ഒന്നിങ്ങനെ പൊട്ടുന്ന പോലെ ഉണ്ടാവുക. അപ്പോൾ ഓഫാക്കൂടരുത്. എന്താ ഇങ്ങനെ അരികൊക്കെ ഇങ്ങനെ ഉണങ്ങി വരും. ഒക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമ്മളിതിൽ ഒഴിച്ചു കൊടുത്ത ആ വെള്ളം, പിന്നെ മാങ്ങയിലൊക്കെ എന്തായാലും ഇത്തിരി വെള്ളമൊക്കെ ഉണ്ടാവും. പഞ്ചസാര ഇട്ടുകൊടുത്ത് എന്താ നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടി ഒരു 5 മിനിറ്റും കൂടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വേണം നമ്മളെ മാംസം തയ്യാറായി വന്നു. കൂട്ടി നമ്മളെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നോക്കിയാൽ മാങ്ങൊക്കെ വീട്ടിലുണ്ടാവില്ല. ഇതുപോലായി വന്നാൽ മതി. അങ്ങനായി വന്നാൽ തീ ഓഫാക്കുക. ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തത്. ഞാൻ തീ ഓഫാക്കിയിട്ട് ഈ ചൂടാറിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാനൊരു അരിപ്പ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായി അരിച്ചെടുക്കാം. കണ്ടോ, വല്ലാതെ കട്ടിയൊന്നുമില്ല, നന്നായി അരിഞ്ഞുകൊണ്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഇത് 2 കപ്പ് വെള്ളമുണ്ട്. ഒരു കപ്പും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായി ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കിയെടുക്കണം. നന്നായി ഇളക്കിയെടുക്കാം. ഇനി ഞാൻ ഗ്ലാസ്സിലേക്ക് പോരാം. നല്ല ഫ്രൂട്ടി. ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയാട്ടെ. നാല് കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. പിന്നെ ആ പാത്രം കഴുകിയിട്ടുള്ളൊരു വെള്ളം അങ്ങനെ 4.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത്. കണ്ടോ, ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ. ഞാൻ ഉണ്ടാക്കിയ പരുവത്തിലേക്ക് ഇറക്കണേ, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. 2 പഴുത്ത മാങ്ങക്ക് 1 പച്ചമാങ്ങ അതുപോലെ എടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. ഞാൻ ഉണ്ടാക്കിയ പരുവം പോലെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം, കേടൊന്നും ആവില്ല. ഓക്കെ, ബൈ.